യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് മെറിൻ മേരി ജോൺ. ഞാൻ പരുമലയിൽ നിന്നും വരുന്നു. കഴിഞ്ഞ ഒരു 2.5 വർഷമായിട്ട് ഞാൻ UK-യിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 2021 കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. എൻ്റെ അമ്മയാണ് എന്നോട് കൃപാസനത്തെ പ്രാർത്ഥനകളെക്കുറിച്ചൊക്കെ പറഞ്ഞത്. ആദ്യം എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഈ ഓൺലൈൻ പ്രേയറിനെയൊക്കെ കുറിച്ച് എനിക്ക് വലിയൊരു ബോധ്യമില്ല. പക്ഷേ കുഞ്ഞിലെ മുതലേ എനിക്ക് മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്ത എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ COS വരാൻ ഭയങ്കര ഡിലേ ആയിരുന്നു. ഒരു 6 മാസത്തിൽ കൂടുതലായിട്ടും എൻ്റെ COS വന്നില്ല. ഞാനങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഡൽഹിയിലായിരുന്നു. അത് റിസൈൻ ചെയ്ത് വന്നു. COSും വന്നില്ല. അങ്ങനെ ഭയങ്കര ഡിലേ ആയി. ഉള്ള ജോലിയും റിസൈൻ ചെയ്തിട്ട് വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനിവിടെ വന്ന് ഒരു തിങ്കളാഴ്ചയാണ് ഉടമ്പടി എടുത്തത്. അതേ ആഴ്ച ഒരു തേഴ്സ്ഡേ ആയപ്പം എൻ്റെ COS വന്നു. അങ്ങനെ എനിക്ക് മാതാവിൻ്റെ കൃപാസന മാതാവിനോടൊരു വിശ്വാസമൊക്കെ വന്നു. പിന്നീട് എൻ്റെ അമ്മച്ചിക്ക് ക്യാൻസർ ആയിരുന്നു. എൻ്റെ ഗ്രാൻഡ് മദറിന് അമ്മച്ചിക്ക് സർജറി ആയിരുന്നു. ആ ടൈമിൽ മാതാവിനോട് പ്രാർത്ഥിച്ച് സർജറിയൊക്കെ വളരെ ഈസി ആയിട്ട് സക്സസ്ഫുള്ളായി. അത് 1 വർഷം കഴിഞ്ഞ് പിന്നെയും കുറേയൊക്കെ വയ്യാതായി. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരുപാട് സഫർ ചെയ്യിക്കാതെ നല്ലൊരു മരണം കൊടുക്കാൻ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്താണ് അമ്മച്ചിക്ക് വേദനയൊക്കെ ആയി. ഒരു നല്ല മരണം തന്നെ മാതാവ് കൊടുത്തു. കുർബാന സ്വീകരിക്കാൻ പറ്റി അതിന് മുൻപായിട്ട്. അങ്ങനെ ഞാൻ UK പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഇത്രയൊന്നും ഞാൻ പ്രാർത്ഥനയുടെ അളവൊക്കെ കുറഞ്ഞു. പ്രാർത്ഥിക്കും, പക്ഷേ അത്ര അധികം പ്രാർത്ഥിക്കാറില്ലായിരുന്നു. അവിടെ ഞാൻ ചെന്ന ടൈമിൽ വീടൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ നമ്മുടെ കാശരൂപം എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ഞാനങ്ങനെ ആദ്യം ഒരു വീട് കണ്ടു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ആ വീട് അത്ര ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതേ ഹൗസ് ഓണർ തന്നെ ഞങ്ങൾക്ക് വേറൊരു വീട് സജസ്റ്റ് ചെയ്തു. ആ വീട്ടിലാണ് ഞാൻ ഇപ്പോഴും താമസിക്കുന്നത്. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു വീട് അത്രയും റെൻറ്റൊക്കെ കുറഞ്ഞ് കിട്ടുന്നത് അത് വലിയൊരു മിറക്കിൾ തന്നെയാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കണമെന്നുള്ളത്. എൻ്റെ അമ്മ ഒരു സിംഗിൾ പേരൻ്റാണ്. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ഞാനാണ് മൂത്തത്. അപ്പോൾ എൻ്റെ വിവാഹത്തിന് മുൻപ് തന്നെ എനിക്കൊരു വീട് വെക്കണം. കാരണം ആ ഒരു വീടിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് വേദനകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ പെൻഡിങ് ഉള്ളത് കൊണ്ട് എനിക്ക് എങ്ങൊന്നും ലോൺ കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഒരു ദിവസം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇങ്ങനെ ഞങ്ങൾ ബ്രേക്ക് ടൈമിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, ഇന്ന ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും, നീ ഒന്ന് തിരക്കി നോക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊരു വിശ്വാസമൊന്നും വന്നില്ല. ഞാൻ അപ്പം തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതൊരു ഫെബ്രുവരി മാസമായിരുന്നു, 2023 ഫെബ്രുവരി മാസം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ബാങ്കിൽ വിളിച്ചു. വളരെ ഈസി ആയിട്ട് തന്നെ അവരെന്നോട് വളരെ സ്മൂത്തായിട്ട് സംസാരിച്ചു. ലോൺ കിട്ടുമെന്ന് പറഞ്ഞു. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും എനിക്ക് ലോൺ ശരിയായി. അതിനു മുൻപ് ഞാൻ അവിടെ ആയതുകൊണ്ട് എനിക്കൊരു അഫിഡവിറ്റിൻ്റെയൊക്കെ പ്രോബ്ലം വന്നു. അപ്പോൾ എനിക്ക് അവിടെ എംബസി പോകണമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ വിചാരിക്കും, ചുമ്മാ നമ്മളൊരു സാക്ഷ്യം പറഞ്ഞിട്ട് കാര്യമില്ല, അതിനകത്ത് കുറച്ചൊക്കെ ഒരു ഇത് വേണ്ടേ. കാരണം ചില സാക്ഷ്യങ്ങളൊക്കെ ഭയങ്കര നല്ല ഇതായിട്ട് കേൾക്കുമ്പോൾ അത് നമ്മൾ കേൾക്കുന്നവർക്കും ഭയങ്കര ഒരു ഉണർവും അനുഗ്രഹങ്ങൾ ഉണ്ടാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എംബസി പോയി. അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറ്റമില്ല. എൻ്റെ അപ്പോയിൻമെൻറ്റ് ടൈം 10:30 ആയിരുന്നു എംബസിയിൽ. ഞാൻ പോയ വഴിക്ക് വണ്ടി റോഡിലൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അങ്ങനെ 2 hours ലേറ്റായിട്ട് എംബസി എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു. എനിക്ക് ഒരു ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ആ ടൈമിൽ എനിക്ക് ചില പേപ്പേഴ്സ് ബാങ്കിൽ സബ്മിറ്റും ചെയ്യണം. ഞാനപ്പം അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാൻ യൂട്യൂബിൽ അപ്പോൾ അച്ഛൻ്റെ ധ്യാനം കണ്ടു. ആ ധ്യാനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ 2 hours എന്ന് പറഞ്ഞത് വിത്തിൻ 15 minutes അവർ വണ്ടി എടുത്തു. എനിക്കവിടെ പോകാൻ കഴിഞ്ഞു. കുറച്ച് പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് 2 സാക്ഷികൾ വേണം, അതും വാലിഡായിട്ടുള്ള പാസ്പോർട്ടുള്ളവർ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൾ ചുമ്മാ പാസ്പോർട്ട് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു.
അപ്പോഴും എനിക്ക് ഒരാളും കൂടെ വേണം. അപ്പം ഞാൻ കരുതി എനിക്ക് ഈ ആഴ്ച തന്നെ പേപ്പേഴ്സും സബ്മിറ്റ് ചെയ്യണം. കാരണം ബാങ്കിൻ്റെ റൂൾസൊക്കെ മാറുന്നത് കൊണ്ട് ആ മാസം തന്നെ എനിക്ക് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ കരുതി എന്തായാലും ഇനി അടുത്ത മാസമേ പറ്റത്തുള്ളൂ, കുഴപ്പമില്ല. അപ്പോഴും കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വിചാരിച്ചു മാതാവിന് ഇത് ഇപ്പം നടക്കേണ്ട കാര്യമല്ലായിരിക്കാം എന്ന് കരുതി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പം എൻ്റെ കൂട്ട് തന്നെ ഒരു കുട്ടി, ഒരാൾക്ക് പുള്ളിക്കാരിക്കും ഒരു സാക്ഷിയുടെ ആവശ്യമുണ്ട്. അങ്ങനെ അത് ഭയങ്കര മിറക്കിളായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വേറൊരു കൺട്രിയിൽ നമ്മളെ അറിയാത്ത ഒരാൾ നമുക്ക് അവരുടെ പാസ്പോർട്ട് ഒരു തെളിവിനായിട്ട് തരിക എന്ന് അങ്ങനെ ആരും തരുത്തില്ല. അങ്ങനെ എൻ്റേത് ആൾക്കും ആളുടേത് എനിക്കും തന്ന് വളരെ ഈസി ആയിട്ട് ആ പേപ്പർ വർക്ക് കഴിഞ്ഞു. അങ്ങനെ വീടിൻ്റെ പണി വളരെ സ്മൂത്തായിട്ടാണ് പോയത്. ഒരു വർഷം എടുത്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ ആഗ്രഹിച്ചതിലും സ്വപ്നം കണ്ടതിലുമൊക്കെ ഉപരിയായിട്ട് മാതാവ് നടത്തി തന്നു. എന്നോട് എല്ലാവരും പറയും എനിക്ക് ഭയങ്കര ധൈര്യമാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യും. പക്ഷേ അതൊന്നും എൻ്റെ കഴിവല്ല, അതെല്ലാം മാതാവിൻ്റെ കഴിവാണ്. ഞാൻ ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പുറമേ ഒന്നും അങ്ങനെ സങ്കടങ്ങൾ കാണിക്കാറില്ല. പക്ഷേ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോ നിമിഷവും ഞാൻ മാതാവിനോട് സംസാരിച്ചിരിക്കും, അല്ലെ ഈശോയോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അമ്മ മാതാവ് ഞാൻ സ്വപ്നം കണ്ടതിലും ആഗ്രഹിച്ചതിലും ആരൊക്കെ നമ്മളെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ, ആരൊക്കെ നമ്മളെ കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞവരുടെ മുൻപിൽ എനിക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റി. അത് എൻ്റെ ഒരു കഴിവല്ല, അത് മാതാവിൻ്റെ ഒരു കൃപയാണ്. അങ്ങനെ ഈ ഏപ്രിൽ 1 എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ് ആയിരുന്നു. ഞാൻ മരിയൻ ഡേയിൽ നിന്നാണ് ആ വീടിന് പേരിട്ടത് തന്നെ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനു മുൻപ് എനിക്ക് ഒരു ദിവസം രാവിലെ 5:30 ഞാൻ പ്രാർത്ഥനയ്ക്ക് എണ്ണിക്കുമ്പം ഞാൻ തിരി കത്തിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ മിന്നാമിനിങ്ങിൻ്റെ വെട്ടം ഞാൻ കണ്ടു. പക്ഷെ അത് ഒരു മെഴുകുതിരിയോ വേറെ ഒരു ലൈറ്റും അല്ല, അത്രയും ബ്രൈറ്റായിട്ടുള്ളൊരു വെട്ടം ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുൻപ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനു മുൻപ് ഒരു ദിവസം വന്നപ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി. ഇതൊക്കെ മാതാവ് എനിക്ക് തരുന്ന ഓരോ സയൻസാണ്. എനിക്ക് ഒരു കാര്യങ്ങളും മാതാവ് ഈസിയാക്കി തന്നിട്ടില്ല. ഞാൻ എത്രമാത്രം വിഷമിക്കാവോ അതിൻ്റെ വാല്യൂ എല്ലാം എനിക്ക് പറഞ്ഞു തന്നിട്ടാണ് എനിക്ക് ഓരോ കാര്യങ്ങളും തന്നിട്ടുള്ളത്. അതുപോലെ എൻ്റെ അമ്മയുടെ ബ്രദറിന്, അവർ നോൺ കാത്തലിക്സ് ആണ്, മക്കളില്ലായിരുന്നു. ഒരു 8 വർഷത്തിൽ കൂടുതലായി. ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് ഉടമ്പടിയിൽ വെച്ച കാര്യമായിരുന്നു. അങ്ങനെ അവർക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ ആണെങ്കിലും ഫെയിലിയർ ആയിരുന്നു ട്രീറ്റ്മെൻറ്റ്സൊക്കെ ആദ്യം. പിന്നെ അവർക്ക് 2 കുട്ടികളുണ്ടായി, ട്വിൻസാണ്. അവർ വളരെ സന്തോഷത്തോടെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനോട് എനിക്ക് മാതാവിനെക്കുറിച്ച് പറയാൻ പറ്റി. ഇപ്പോൾ അവിടെ തന്നെ കൃപാസനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്നെ അടുത്താണ് എല്ലാവരും ചോദിക്കുന്നത്. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ അടുത്ത് അങ്ങനെ എല്ലാവരും ചോദിക്കുമ്പം ഫ്രണ്ട്സ്, അതിപ്പം ഏത് റിലീജിയനിലുള്ളവരാണെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് പോലും മാതാവിനെ വിശ്വസിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ഒരു ടോക്ക് തന്നെ മാതാവിൻ്റെ കാര്യങ്ങളായി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലം വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ വയ്യാതായപ്പം ലെഗ് പെയിൻ വന്നപ്പോഴും ഞാനത് എൻ്റെ കാലെ പുരട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പലർക്കും പറഞ്ഞാൽ തീരാത്ത അത്രയും അനുഗ്രഹങ്ങളുണ്ട്. അത് ഞാൻ എൻ്റെ ശരീരത്ത് അത് പുരട്ടി പ്രാർത്ഥിച്ചപ്പം അവളുടെ അസുഖം മാറി. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ ഫുട്ബോൾ കളിച്ചിട്ട് കാലിന് വയ്യാതായപ്പം അപ്പോഴും ഞങ്ങൾ രണ്ടും ഒരുമിച്ചിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഫോണിൽ കൂടാണ് പറഞ്ഞത് ചൊല്ലി. എൻ്റെ കാലയിൽ ഞാനത് പുരട്ടിയപ്പം വേദന മാറി. അതുപോലെ തന്നെ എനിക്ക് 4 വർഷമായിട്ട് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തൈറോയ്ഡ് ഉള്ളതിനേക്കാളും അതിൻ്റെ മെഡിസിൻ കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് നാൾ ആ മെഡിസിൻ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ അവിടെ ചെന്ന് ചെക്ക് ചെയ്ത് 2 പ്രാവശ്യം ഞാൻ ചെക്ക് ചെയ്തു, എനിക്ക് തൈറോയിഡ് ഇല്ല എന്ന് പറഞ്ഞു. അതും വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഞാൻ താമസിക്കുന്നത് ആദ്യം ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വലിയൊരു വീടാണ്. വിൻ്ററൊക്കെ ആകുമ്പം നമ്മുടെ ഇവിടുത്തെ കൂട്ടല്ല, ഇത്രയും സൺലൈറ്റ് ഒന്നും അവിടെ ഇല്ല. ഭയങ്കര ഒരു ഡിപ്രഷൻ ഒരു സ്റ്റേജിലോട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ട്. കാരണം നമ്മളിത്രയും സ്ട്രെസ് ചെയ്ത് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ചില സമയം നമുക്കൊന്ന് സംസാരിക്കാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥ. ചിലപ്പോൾ നമ്മൾ മറ്റൊരാളോട് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോഴൊക്കെയും എനിക്ക് കൂട്ട് മാതാവായിരുന്നു. ഇവിടുത്തെ ഓരോ സാക്ഷ്യങ്ങളുമാണ് എന്നെ ശക്തിപ്പെടുത്തിയത്. അച്ഛൻ്റെ ധ്യാനം, ഞാൻ ഒറ്റയ്ക്കിരുന്ന ഓരോ സമയത്തും ഞാൻ എന്തെങ്കിലുമൊക്കെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. മാതാവ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു.
എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ വലിയൊരു നിയോഗം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ സന്തോഷത്തോടു കൂടെ ഇവിടെ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരുണ്യപ്രവൃത്തികൾ ഞാൻ എല്ലാ മാസവും വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പൈസ അയച്ചു കൊടുക്കും. ചിലപ്പോൾ അമ്മ ആരുടെയും ആവശ്യങ്ങൾ പറയും. അതുകൂടാതെ എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, അവിടെ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു ഒരു വർഷമായിട്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം പത്രം നമുക്കങ്ങനെ അവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ പ്രെയർ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അവിടെയുള്ള ബ്രിട്ടീഷുകാരുണ്ട്, പല രാജ്യത്തു നിന്നുള്ളവരുണ്ട്, അവർക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. ചിലരൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യും, ചിലർ റിജക്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ മാതാവിൻ്റെ സാക്ഷ്യങ്ങളും ഇവിടുത്തെ പ്രാർത്ഥനകളും ഷെയർ ചെയ്യും. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഒരുപാട് പേരോട് മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അമ്മ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59:1 തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല. ജീവിത അവസ്ഥകൾ, തങ്ങൾ കടന്നു പോകുന്ന ജീവിത അവസ്ഥകൾ, അവിടെ ആരുമില്ലാത്ത ഒരു തുരുത്തിലകപ്പെട്ടതുപോലുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിൽ പ്രവാസികളായ മക്കൾക്കുണ്ടാകുമ്പോൾ അവിടെയും സഞ്ചാരിയായ അമ്മ എങ്ങനെയാണ് ഓടിയെത്തുന്നത്, അമ്മ എങ്ങനെ അവർക്ക് തുണയാകുന്നു, തണലേകുന്നു, അവരെ കരുതുന്നു എന്നുള്ളത് സാക്ഷ്യത്തിലൂടെ വളരെ വ്യക്തമാണ്. പെൺകുട്ടികൾ IELTS OET ഒക്കെ എഴുതി പുറത്തേക്ക് പോയി അവരവരുടെ കുടുംബത്തെ ഉയർത്തിക്കൊണ്ട് വരുവാൻ, അതായത് ലക്ഷങ്ങൾ മുടക്കി കടം മേടിച്ചൊക്കെ പോയിട്ട് കുടുംബത്തെയും അതുപോലെ തങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഒക്കെ സംരക്ഷിക്കുവാനുള്ള ഒരു ഉദ്ദേശത്തോടെ പോകുന്ന മക്കൾ, അവർക്ക് തീർച്ചയായും അവരെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. ഈ മകളുടെ സാക്ഷ്യത്തിൽ അതാണ് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ നമ്മുടെ ഹൃദയം അറിയുന്ന ദൈവം പിന്നീട് നമുക്ക് വേണ്ടി കരുണയുള്ള, കരുതലുള്ള ഒരു പിതാവായി, മാതാവായി, ഒരു സഹോദരനായി, സഹോദരിയായി ഒക്കെ എങ്ങനെ നമ്മോടൊപ്പം യാത്ര ചെയ്യുമെന്നുള്ളത് ഒറ്റയ്ക്കൊക്കെ താമസിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. അത് ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. എങ്ങനെ തൻ്റെ ജീവിതത്തിൽ താൻ 0 ആയിരുന്ന അവസ്ഥയിൽ നിന്ന് തനിക്കൊരു ഭവനം സ്വന്തമായിട്ട് പണിയുവാൻ, തൻ്റെ കുടുംബത്തെ ഉയർത്തി നിർത്തുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങൾക്ക് ഉയർന്നു നിൽക്കുവാൻ, ഇതുവരെയും പരിഹസിച്ചവരുടെ മുൻപിൽ തങ്ങളെ ദൈവം എടുത്തുയർത്തി എന്നുള്ളതാണ് ഈ മകൾക്ക് ലഭിച്ച സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാതാവിനെക്കുറിച്ച് പറയുവാനേ സമയമുള്ളൂ. കൂട്ടുകാരെ ഒത്തിരി പേരെ ഇങ്ങോട്ട് കൊണ്ടുവരുവാനായിട്ടായി. അവരോടൊക്കെ മാതാവിനെക്കുറിച്ച് പറയുവാൻ ഒത്തിരിയേറെ സമയം തനിക്കുണ്ട് എന്നുള്ളതാണ് ഈ മകൾ പറയുക. നമുക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം. ദൈവം നമുക്ക് തരുന്ന എല്ലാ കൃപകൾക്കും നമുക്ക് നന്ദിയുള്ളവരാകാം. കരങ്ങളടിച്ച് ഈ കുടുംബത്തിന് കിട്ടിയിരിക്കുന്ന എല്ലാ കൃപകൾക്കും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.